നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗർഭിണികൾക്ക് ആവശ്യമായ മരുന്നുകളും ജീവിതശൈലിയെ പറ്റിയുമാണ്. ഇത്തരം രീതിയിൽ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും ജീവിതക്രമം ചിട്ടയായി കൊണ്ടുപോകുന്നത് കൊണ്ടും കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യം ഉണ്ടാവുകയും സുഖപ്രസവം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിനാദ്യം വേണ്ടത് 1-ാം മാസത്തിൽ കുറുന്തോട്ടി പാൽ കഷായം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ അധികം യാത്ര ചെയ്യുക, വ്യായാമം ചെയ്യുക എന്നിവ കഴിയുന്നതും ഒഴിവാക്കണം. ഭക്ഷണങ്ങളാണെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കേണ്ടതാണ്. 2-ാം മാസമാകുമ്പോൾ ദഹന വ്യവസ്ഥയെ തകരാറ്, വിശപ്പ് കുറയുക, രുചി കുറയുക എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മാസത്തിൽ തിരുതാളി വേർ പാൽ കഷായമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ കാലത്തും പ്രത്യേകം യാത്രകളും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. 3-ാം മാസത്തിലാണെങ്കിൽ പാൽ കഷായം ഇതേപോലെ തന്നെ സേവിക്കേണ്ടതാണ്. അത് ചെറുവഴുതന വേർ കൊണ്ടുള്ള പാൽ കഷായമാണ് നല്ലത്. ഈ കാലത്ത് പ്രത്യേകിച്ച് മൂത്രാശയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ മോണയ്ക്കും പല്ലിനും കേടുവരാൻ സാധ്യതയുള്ളതുകൊണ്ട് 2 നേരമെങ്കിലും പല്ല് തേക്കേണ്ടി വരും. കൂടാതെ ഈ കാലഘട്ടത്തിൽ ഓക്കാനം, ഛർദി എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാവുകയും ഉണ്ടാവും. ഈ സമയത്ത് മലരും ചുക്കും കൂടെ ഇട്ട് വെന്ത വെള്ളം പഞ്ചസാര ചേർത്ത് പലവട്ടമായി കുടിക്കുന്നത് നല്ലതാണ്. വില്വാദി ലേഹം, മഹാദാനന്തരം ഗുളിക, അതുപോലെ ഇളനീർ വെള്ളത്തിൽ ഏലക്ക പൊടിച്ചിട്ട് കഴിക്കുന്നത് ഒരു പരിധിവരെ ഛർദി, ഓക്കാനം എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കും. പോഷകങ്ങളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. 4-ാം മാസം ആകുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ പ്രകടമായി വരിക. ആ മാസത്തിൽ നമ്മൾ ഒരില വേർ പാൽ കഷായമാണ് നിർദ്ദേശിക്കാറുള്ളത്. അതേപോലെ കല്യാണഘൃതം, അത് കാലത്ത് വെറും വയറ്റിൽ സേവിക്കാൻ പറയാറുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഭക്ഷണക്രമത്തിലും ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി വേണം മുന്നോട്ട് പോവാൻ. വസ്ത്രധാരണത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികം മുറുകി പിടിച്ച വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കരുത്. അയഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങളും കോട്ടൺ വസ്ത്രങ്ങളുമാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. 5-ാം മാസത്തിൽ കുറേശ്ശെ വയറ് വലുതാവാൻ തുടങ്ങുന്ന അവസരമാണ്. ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് എഴുന്നേൽക്കുക, അതേപോലെ ധൃതി പിടിച്ച് നടക്കുക, അതൊന്നും ചെയ്യരുത്. പതുക്കെ വശം ചെരിഞ്ഞ് വേണം എഴുന്നേൽക്കാനും. കിടക്കുന്നതാണെങ്കിൽ ഇടതുവശത്തേക്ക് വേണം കിടക്കാനും. ഈ കാലഘട്ടത്തിലും പാൽ കഷായവും ധൃതസേവയും തുടരേണ്ടതാണ്. 6-ാം മാസത്തിലും ഇതേപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. നെയ്യ് സേവിക്കുന്നത് തുടരുക തന്നെ വേണം. അതേപോലെ ഹീലിട്ട ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യാം, നടത്തം, അതേപോലെ ചെറിയ യോഗാസനങ്ങളൊക്കെ വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. 7-ാം മാസത്തിലാണ് നമ്മൾ തൈലം തേച്ച് കുളിക്കാൻ തുടങ്ങുന്നത്. ധൃതസേവയും തുടരുക തന്നെ വേണം. തൈലം തേച്ച് അരക്കെട്ടിലും നാഭിഭാഗത്തും തേച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. 8-ാം മാസത്തിലും പാൽ കഷായവും ധൃതസേവയും തുടരേണ്ടതാണ്. ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം താനും. വൈദ്യ പരിശോധന മുടങ്ങാതെ ചെയ്യുകയും വേണം. മരുന്നുകളോടൊപ്പം തന്നെ ഭക്ഷണവും കഴിക്കേണ്ടതാണ്. 9-ാം മാസത്തിൽ സുഖപ്രസവ ഘൃതമാണ് നമ്മൾ നൽകാറുള്ളത്. അതേപോലെ ദാനന്തര തൈലം, ലാക്ഷാതി തൈലം മുതലായവ ദേഹത്ത് തേക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഈ രീതിയിലെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ സുഖപ്രസവവും കുട്ടിക്കും അമ്മയ്ക്കും ആരോഗ്യവും ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്.